മുകുന്ദകൃഷ്ണൻ ഇത് ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല. ഞാനും. പക്ഷേ അവന് ഒരു തവണ മാപ്പ് കൊടുത്തൂടെ സാർ? എന്റെ ഷോക്ക് ഇതുവരെ മാറിയിട്ടില്ല. ഐ നെവർ എക്സ്പെക്ടഡ് ഹിം ടു ഡു ദിസ്. മിസ്റ്റർ കുമാരൻ നായർ ചെക്ക് വാങ്ങിച്ചിട്ടുണ്ടായി? അത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കിട്ടാനായി പുള്ളിക്കാരൻ നേരിട്ട് ചൈനയിലേക്ക് പോയിരിക്കാണ്. അതോ അയാളും പറ്റിപ്പാണോ? നോ നോ സർ. ഇനിയിപ്പോ സാർ എന്നെ പോലും സംശയിക്കുന്ന മട്ടുണ്ടല്ലോ. നോ നോ നോ, നെവർ. ഏതായാലും ചൈനയിലേക്ക് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു ടെലക്സ് മെസ്സേജ് കൊടുത്തേക്കാം. അതാ നല്ലത്. യെസ് യെസ് യെസ്. ഡ്രൈവർ നിർത്ത്. ഇനി ഞാൻ സാറിനോടൊരു സത്യം പറയട്ടെ. ആ കുമാരൻ നായർ നമ്മളെ ചതിച്ചത് തന്നെയാണ്. സാറിനോടത് പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ആ കള്ള റാസ്കലിനെ ഒരു ദിവസം ഞാനും കണ്ടിരുന്നു. ഓ, എന്നിട്ട്? താൻ ചൈനയിൽ പോയില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടില്ലെന്ന്. എനിക്ക് ദേഷ്യം കൊണ്ട് അടിപൊളി പറയൽ വന്നു. പിന്നെ എന്തിനു താൻ ചെക്ക് വാങ്ങിച്ചു എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവൻ പറയാ ചെക്ക് മടക്കി തരാമെന്ന്. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ഹോട്ടലിൽ ചെന്ന് നോക്കി. അപ്പോഴേക്കും ആ ഫ്രോഡ് ആ ഹോട്ടൽ വെക്കേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞിരുന്നു. വിടില്ല സാർ, ഞാൻ അവനെ വെറുതെ വിടില്ല. അല്ല, ഇയാൾ പട്ടാളത്തിലാണോ? ആ വേഷത്തിലാണല്ലേ സ്കൂട്ടറിൽ കണ്ടത്? ആണോ? ഞാൻ കണ്ടപ്പോ പോലീസ് വേഷത്തിലാ. സംശയമില്ല സാർ. പല വേഷത്തിൽ നടക്കുന്ന ഒരു അന്തർദേശീയ തസ്കരനാണ് ഈ നയ വഞ്ചകൻ. ഞാൻ അവനെ വിശ്വസിച്ചു പോയി സാർ. അതിനുള്ള ശിക്ഷ സാർ എനിക്ക് താ. ഏയ് വിശ്വാസൻ, നിങ്ങൾ സമാധാനിക്ക്. അവനെ അകത്താക്കിയിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഞാൻ പോലീസ് വിവരം അറിയിക്കാം. തീർച്ചയായും ഇനി അതേ വഴിയുള്ളൂ. എന്ത് ചെയ്യും? ഈ ലോകം മുഴുവൻ കള്ളന്മാരാണല്ലേ സാർ? ഹലോ, പോലീസ് സ്റ്റേഷൻ. ഓഹോ, മാറുവേഷം പോട്ട് നടക്കുകയാണവൻ. എങ്കിലവൻ ചില്ലറക്കാരനാകാൻ വഴിയില്ല. കർണാടക സ്റ്റേറ്റിൽ നിന്ന് ഒരു പുതിയ റിപ്പർ തമിഴ്നാട്ടിൽ ഇറങ്ങിയതായി എനിക്ക് ഇൻഫർമേഷൻ ഉണ്ട്. അവനായിരിക്കും ഇവൻ. ഏയ്, റിപ്പർ ഒന്നും ആയിരിക്കില്ല. ആയിരിക്കും സാർ. ഏതായാലും നമുക്ക് ജാഗ്രത പാലിക്കാം. ഇനി അവൻ എവിടെ കണ്ടാലും ഉടൻ സാറിനെ വിവരം അറിയിക്കണം. പറ്റുമെങ്കിൽ വളരെ നയത്തിൽ എന്റെ ഇടയ്ക്ക് എത്തിച്ചാലും മതി. ഞാനോ? സാറിനെല്ലാം അവിടെ കണ്ടാ അറിയൂ. ശരി, എന്റെ ഭാഗത്തുനിന്ന് എല്ലാ ശ്രമങ്ങളും നടത്താം. ഓക്കെ, താങ്ക് യു. സാറിനെ വിളിപ്പിച്ചത് പുതിയ വല്ല നിർദ്ദേശങ്ങൾക്കും ആണെങ്കിൽ. ആ കള്ളൻ കുമാരൻ നായരെ പിടിച്ചു. എന്നിട്ട് ആ തെണ്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോലീസിനോട് പറഞ്ഞു. അയാൾ ഒന്നും പറഞ്ഞില്ലേ? ആദ്യം കുറെ ഇടിക്കട്ടെ കള്ള റാസ്കൽ. വിവരങ്ങൾ അറിയിക്കാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഉടനെ അറിയും. ഇനി അധികം സമയമില്ല. ഒരു 10,000 രൂപ കൂടി വേണമല്ലോ എന്റെ ഈശ്വര. എന്താ വിഷയം? തീരെ പ്രതീക്ഷിച്ചതല്ല. എന്തു പറ്റി കുഞ്ഞെ? അച്ഛനും അമ്മയും കാലത്ത് ഇവിടെ എത്തുമെന്ന് ടെലഗ്രാം വന്നേക്കുന്നു. ഓ, അതിന് സന്തോഷിക്കല്ലേ വേണ്ടത്. ഇതിപ്പോ ഒരു രഹസ്യ കല്യാണം ആയി പോവോന്ന് ഞങ്ങൾക്കും പേടിയുണ്ടായിരുന്നേ. വിശ്വകുഞ്ഞിനെ ഞങ്ങൾ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണെന്നൊക്കെയാ ഇവിടുത്തെ സംസാരം. പ്രശ്നം അതല്ല. അച്ഛനും അമ്മയ്ക്കും സുമിത്രയെ ഇഷ്ടമാണെന്നൊക്കെ ഞാൻ നുണ പറയുകയായിരുന്നു. ഈ വിവരം അറിഞ്ഞതു മുതൽ അരുത് അരുത് എന്നും പറഞ്ഞുകൊണ്ട് നിരവധി കത്തുകളും കബികളും ഒക്കെ അവരിങ്ങോട്ട് അയച്ചതാണ്. പക്ഷേ ഞാൻ സുമിത്രയെ സ്നേഹിച്ചു പോയി, ഇഷ്ടപ്പെട്ടു പോയി. അപ്പോ അവര് വരുന്നത് കല്യാണം മുടക്കാനാണോ? നിങ്ങളുടെ വാക്കൊണ്ടൊന്നും പറയാതെ. മുടക്കാനൊന്നും വരികയല്ല. ലോകത്തിലെ ഒരു ശക്തിക്കും അങ്ങനെ വിശ്വനെ തടയാനൊന്നും പറ്റില്ല. അവർക്കൊറ്റ പ്രശ്നമേ ഉള്ളൂ, മകന്റെ ഭാര്യ വളരെ മോഡേൺ ആയിരിക്കണം. എന്റെ മോള് മോഡേൺ ആയിക്കോളും മോനെ. അത് ഞാൻ ആക്കിക്കോളാം. നാളെ അവർ സുമിത്രയെ ആദ്യമായി കാണുമ്പോ ഒരു അതൃപ്തി തോന്നരുത്. കല്യാണത്തിന് സുമിത്ര ഇടാൻ പോകുന്ന ആ ആഭരണങ്ങളൊക്കെ എനിക്കൊന്ന് കാണണം. എന്തേ? അല്ല, ഒന്ന് കാണാനാ. ഓ മൈ ഗോഡ്, ഇതൊന്നും എന്റെ അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെടില്ല. എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടല്ല, പക്ഷെ വെറും ആഭരണത്തിന്റെ പേരിൽ സ്വന്തം അച്ഛനെയും അമ്മയെയും തള്ളിപ്പറയേണ്ട ഒരു സ്ഥിതി എനിക്ക് വരരുതെന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിങ്ങളൊന്ന് ചുമ്മാ ഇരുന്നേ, മോൻ പറയട്ടെ. പുറത്താരോടും പറയില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. നാളെ സുമിത്രക്കിടാൻ വേണ്ടി ചെട്ടിയാർ ജ്വല്ലറിയിൽ ഏറ്റവും പുതിയ സ്റ്റൈലിലുള്ള ചില ഉരുപ്പടികൾ ഞാൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്.
പക്ഷേ ആ കാശ് ഞാനാണ് മുടക്കിയതെന്ന് ഒരു മനുഷ്യജീവി പോലും അറിയരുത്. ഇല്ല ഇല്ല. അറിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ മോശം. അതൊന്നും വേണ്ട കുഞ്ഞെ. കല്യാണം കഴിഞ്ഞതിന് ശേഷം എത്ര വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തു. അപ്പോ എന്റെ അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ ഞാൻ കൊച്ചാകുന്നതാണോ അച്ഛനിഷ്ടം? എന്നല്ല, അവൻ പറയട്ടെന്ന്. മോനിപ്പൊ എന്താ വേണ്ടേ? ആഭരണങ്ങൾ കൊണ്ടുവന്നോളൂ, സുമിത്ര ഇട്ടോളൂ. അപ്പോ ഈ ഓൾഡ് മോഡൽ ആഭരണങ്ങൾക്ക് പകരം ഞാൻ മോഡേൺ ഓർണമെന്റ്സ് കൊണ്ടുവരാം. അതും ഇതും മാച്ച് ചെയ്യണമല്ലോ. ആയിക്കോട്ടെ. എന്റെ സ്റ്റാറ്റസിന്റെ പ്രശ്നമാണേ. ചെട്ടിയാർ ജ്വല്ലറിക്കാർ കടമൂടാതെ എന്നെ കാത്തിരിക്കുകയാണ്. അപ്പോ എല്ലാ ആഭരണങ്ങളും അതും ഇതും മറ്റതും എല്ലാം ഞാൻ രാത്രി തന്നെ കൊണ്ടുവരാം. ഓക്കെ? ഗുഡ് ബൈ സുമിത്ര. ഐ എം സോറി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ്. ഇയാള് തന്നെയല്ലേ ഇൻസ്പെക്ടർ റിപ്പർ? റിപ്പർ തന്നെ. നമുക്ക് ചില്ലറ അബദ്ധങ്ങളെല്ലാം പറ്റിപ്പോയി സാർ. ഏ സാറിന്റെ 2 കേസുകളിലായി 3 നിരപരാധികളെ എനിക്ക് ഇരിക്കേണ്ടി വന്നത്. എല്ലാ സത്യവും വെളിവായിരിക്കുന്നു. യഥാർത്ഥ കുറ്റവാളി മറ്റാരുമല്ല, സാറിന്റെ അസിസ്റ്റന്റ് മാനേജർ വിശ്വനാഥ്. അപ്പോ റിപ്പർ? അയാൾ റിപ്പറൊന്നുമല്ല, ഒരു പാവം എക്സ് മിലിറ്ററിക്കാരൻ. അന്നത്തെ 10,000ന്റെ കേസ് സുരേന്ദ്രനെ വിളിച്ച വിശദമായി സംസാരിച്ചു. അതിന്റെ പിന്നിൽ വിശ്വനാഥനായിരുന്നു. നായരെ കൊണ്ട് ചെക്ക് മാറ്റിച്ചതാ. ചിലപ്പോ യഥാർത്ഥ റിപ്പർ അവനായിരിക്കും. ഞാൻ കാണിച്ചത് ആകെ വിഡ്ഢിത്തമായി. നമുക്ക് തിരുത്തണം. സാർ വരണം. ഇവിടെ അവിടെ അവിടെ കല്യാണ ചെറുക്കനെ തെരുവിലെ ആൾക്കാർ അന്വേഷിക്കുമ്പോ ദുബൈയിലേക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു. നിങ്ങളെ കണ്ടോ? Your attention please. All the passengers proceeding to Bombay are requested for security check immediately. നിന്റെ ഭാര്യ നിനക്ക് അയച്ച കത്ത് ഞാൻ കണ്ടു. എന്നിട്ടൊരു പാവം പെണ്ണിനെ കല്യാണം കഴിച്ചാളാന്ന് വ്യാമോഹിപ്പിച്ച് അവളുടെ ആഭരണോട് തട്ടിയെടുത്ത് ദുബായിലേക്ക് കിടക്കാൻ നോക്കണോ? എന്താ I'm sorry, sir. മുകുന്ദ, എന്നോട് കളിക്കരുത്, എന്നെ തല്ലരുത്. നീ ഡ്രൈവറുടെ ഭാര്യയ്ക്ക് പ്രേമലേഖനം എഴുതിയ കാര്യം ഞാൻ പരസ്യപ്പെടുത്തൂടാ.